നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനിയൊരു യുദ്ധം സമീപകാലത്ത് ഉണ്ടാകുന്നുവെങ്കിൽ അത് തായ്വാനെ ചൊല്ലിയായിരിക്കുമെന്നാണ് യുദ്ധനിരീക്ഷകരുടെ അഭിപ്രായം. അങ്ങനെ സംഭവിച്ചാൽ സംഘർഷം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങില്ലെന്നും രാജ്യാന്തര തലത്തിൽ അതിൻ്റെ പ്രത്യാഘാതം ശക്തമായിരിക്കുമെന്നുമാണ് അവരുടെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിനിടെ ജനുവരി 12 നടന്ന തെരഞ്ഞെടുപ്പിൽ ചൈനയ്ക്ക് തിരിച്ചടിയായി തായ്വാൻ ഭരണപക്ഷമായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്ക് വീണ്ടും വിജയം. യുഎസിൻ്റെ ഉറച്ച പിന്തുണയുള്ള DPP അധികാരം നിലനിർത്തിയതോടെ ചൈനയുടെ രോഷമിനി ഈ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നാണ് വിലയിരുത്തൽ. തായ്വാനെ കൂട്ടിച്ചേർക്കുമെന്ന് ആവർത്തിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ US അത്യാധുനിക ആയുധങ്ങൾ നൽകി സഹായിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധത്തിനും സമാധാനത്തിനുമിടയിലുള്ള മത്സരമെന്നാണ് ജനുവരി 13 തായ്വാനിൽ നടന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചൈന വിശേഷിപ്പിച്ചത്. ആ വിശേഷണത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. തായ്വാൻ ജനതയ്ക്കും അമേരിക്കയ്ക്കും പിന്നെ ലോകത്തിനുമായിരുന്നു മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് ഫലം ചൈനയ്ക്ക് അനുകൂലമല്ലെങ്കിൽ സമാധാനം ദ്വീപിന് നഷ്ടമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചൈന. രാഷ്ട്രീയ സൈനിക നടപടിയിലൂടെ തായ്വാനെ തിരിച്ചു ചേർക്കുമെന്ന് പുതുവത്സര ദിന സന്ദേശത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവർത്തിച്ചതും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു. എന്നാൽ അധിനിവേശവും അതിർത്തി കയ്യേറ്റവും നയപരിപാടിയാക്കിയ ചൈനയുടെ വെല്ലുവിളികൾ അവഗണിച്ച് തായ്വാൻ ജനത ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയിലെ ലായ് ചിങ്തെയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തായ്വാന്റെ മേലുള്ള ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ലായ് ചിങ്തെയെ വില്യം ലായ് എന്നും അറിയപ്പെടുന്നു. നിലവിൽ വൈസ് പ്രസിഡന്റാണ് 64-കാരനായ ലായ് ചിങ്തെ. 3ാം തവണയും അധികാരം പിടിച്ച DPP ഭരണത്തുടർച്ചയിൽ ചരിത്രവും സൃഷ്ടിച്ചു. നിലവിലെ പ്രസിഡന്റായ സായ് ഇങ്വെൻ 2 തവണ പ്രസിഡന്റായതിനാൽ വിലക്കു കാരണമാണ് ലായ് സ്ഥാനാർത്ഥിയായത്. മെയ് 20 ലായ് പ്രസിഡന്റായി അധികാരമേൽക്കും. ഹാർവർഡ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ലായ് ഡോക്ടറായിരുന്നു. ചൈനയുടെ ഭീഷണിയിൽ നിന്ന് തായ്വാനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിജയത്തിനുശേഷം ലായ് ചിങ്തെ പറഞ്ഞു. തായ്വാൻ കടലിടുക്കിൽ സമാധാനം നിലനിർത്താൻ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 41% വോട്ട് നേടിയാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ എതിർക്കുന്ന ലായ് ചിങ്തെ വിജയിച്ചത്. ലായ് ജയിച്ചാൽ ചൈന തായ്വാൻ ബന്ധത്തിന് അപകടകരമായ ഭീഷണിയാകുമെന്ന ചൈനയുടെ മുന്നറിയിപ്പ് തള്ളുകയായിരുന്നു ദ്വീപിലെ ജനങ്ങൾ. പ്രതിപക്ഷവും ചൈനീസ് അനുകൂലികളുമായ കുമിന്താങ് പാർട്ടി അഥവാ KMT സ്ഥാനാർത്ഥി ഹൂയൂയി 33% വോട്ട് നേടി. പരാജയം സമ്മതിക്കുന്നുവെന്നും ലാങ് ചിങ്തെയെ അഭിനന്ദിക്കുന്നതായും ഹൂയൂയി പ്രതികരിച്ചു. യുവാക്കളുടെ പിന്തുണയുള്ള തായ്വാൻ പീപ്പിൾസ് പാർട്ടിയുടെ കൊവെൻ ജെയ്ക്കാണ് 3ാം സ്ഥാനം. സാമ്പത്തിക മാന്ദ്യവും ജീവിത ചെലവും പ്രതിപക്ഷം പ്രചാരണായുധമാക്കിയെങ്കിലും ചൈന വിരുദ്ധതയാണ് ജനങ്ങളെ സ്വാധീനിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ഭരണം നിലനിർത്തിയെങ്കിലും 113 സീറ്റുള്ള പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായത് DPPക്ക് ക്ഷീണമായി. അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയുമുള്ള DPP അധികാരം നിലനിർത്തിയതോടെ ചൈനയുടെ രോഷം ഇനി പലതരത്തിൽ ദ്വീപിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ USഉം സഖ്യരാജ്യങ്ങളും പടക്കോപ്പുകളും മറ്റും നൽകി തായ്വാനെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്നും കാലങ്ങളായി ചൈന ആവർത്തിക്കുന്നുണ്ട്. തായ്വാനിലെ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനെയും വിദേശ നേതാക്കൾ തായ്വാനിലെത്തുന്നതിനും ചൈനീസ് ഭരണകൂടം ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചു പോരുന്നത്. ഇതിനെതിരെ വ്യോമാതിർത്തി കടന്ന് പോർവിമാനങ്ങൾ പറത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ചൈന പ്രതികാരം വീട്ടുന്നത്. രക്തരൂക്ഷിതമായ ഇസ്രായേൽ ഹമാസ് യുദ്ധം 100ാം ദിനം പിന്നിടുന്നു. ഇസ്രായേൽ രൂപം കൊണ്ടതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും മാരകവുമായ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ഗാസയും കടന്ന് പശ്ചിമേഷ്യയിലേക്കും പടരുന്നു. 21ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ദിവസവും കൊല്ലപ്പെടുന്ന യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നത് എന്ന് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സംഘടനയായ ഓക്സ്ഫാം. ഗാസയിൽ മാത്രം മരണം 24,000-ആയി. പരിക്കേറ്റവർ 60,000 കടന്നു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവർ 1139-ഉം പരിക്കേറ്റവർ 8,730-ഉമാണ്. അതിനിടെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ USന്റെയും സഖ്യസേനയുടെയും വ്യോമാക്രമണം തുടരുന്നു. ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം പലസ്തീൻ ജനതയ്ക്കും ഹമാസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂതി വിമതർ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിച്ചു തുടങ്ങിയത്. നവംബർ 19 മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 27 കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികളുടെ ആക്രമണം. ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളിലായിരുന്നു ഉന്നം.
പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഹൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി. ഇതോടെ ഭൂരിപക്ഷം അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള യാത്ര അവസാനിപ്പിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തണമെന്ന് യുഎസും ബ്രിട്ടനും ജപ്പാനും ഉൾപ്പെടെ 12 രാജ്യങ്ങൾ സംയുക്തമായി ഹൂതികൾക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. ഇറാന്റെ പിന്തുണയുള്ള യമന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതി വിമതർ അന്ത്യശാസനം അവഗണിക്കുകയായിരുന്നു. ഇതോടെയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ കനത്ത ആക്രമണം ആരംഭിച്ചത്. തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. സനയിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊദൈദയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. യുഎസ്, ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ, കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ തൊടുത്ത മിസൈലുകൾ യമനിൽ കനത്ത നാശമുണ്ടാക്കി. ഹൂതി സൈനിക കേന്ദ്രങ്ങളിലും ചെങ്കടലിലെ ഹൂതി നാവിക താവളത്തിലും ആക്രമണമുണ്ടായി. ഹൂതികളുടെ റഡാർ ശൃംഖലയും ഡ്രോൺ, മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർത്തതായി പെന്റഗൺ അവകാശപ്പെട്ടു. നിരവധി ഹൂതി കേന്ദ്രങ്ങൾ തകർത്തതായും ബ്രിട്ടനും പറഞ്ഞു. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ആക്രമണം. 2016 ശേഷം യമനിലെ ഹൂതികൾക്കെതിരെ യുഎസ് നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇപ്പോഴത്തേത്. 5 ഹൂതി വിമതർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ഹൂതി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ എസി മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് യുഎസിനും സഖ്യകക്ഷികൾക്കും നോക്കി നിൽക്കാനാകില്ലെന്ന് ഹൂതികളെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു ആക്രമണ ലക്ഷ്യമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രപാതയിൽ കപ്പൽവേധ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം ചരിത്രത്തിൽ തന്നെ ഇതാദ്യമെന്ന് പറഞ്ഞ ബൈഡൻ ഹൂതികൾ ഇനിയും ആക്രമണം തുടർന്നാൽ കൂടുതൽ കർശന നടപടികൾക്ക് മടിക്കില്ലെന്നും അറിയിച്ചു. സ്വയം പ്രതിരോധത്തിനുള്ള പരിമിത ആക്രമണമാണ് സംയുക്ത സേനകൾ നടത്തിയത് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രതികരിച്ചത്. ഹൂതികൾക്ക് തിരിച്ചടി നൽകുക എന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ചെങ്കടലിനെ രക്തത്തിന്റെ കടലാക്കുവാനാണ് യുഎസിന്റെയും യുകെയുടെയും ശ്രമമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമെതിരെ വിജയകരമായ പ്രതിരോധമാണ് ഹൂതികൾ ഉയർത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിന് തുല്യമാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്ക് നേരെ നടത്തിയത് എന്നും എർദോഗൻ പറഞ്ഞു. സംയുക്ത സേന ബോംബാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ സംയമനം പാലിക്കാൻ എല്ലാ കക്ഷികളോടും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ചെങ്കടൽ മേഖലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി. യമനിലെ ആക്രമണം യുഎൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നും രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. വർഷങ്ങളായുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ദാരിദ്ര്യത്തിലേക്ക് വീണ യമനിലെ ജനങ്ങൾ ഭീതിയിലാണ്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ വാദം പൂർത്തിയായി. ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി നിർത്തിവെക്കണമെന്നും 1948 വംശഹത്യ കൺവെൻഷന്റെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധികൾ കോടതിയിൽ പറഞ്ഞു. ഗാസയെ നശിപ്പിക്കാൻ ഇസ്രായേലിന് പദ്ധതിയുണ്ടായിരുന്നുവെന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക സത്യത്തെ വളച്ചൊടിച്ചെന്നും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് അവർ അവതരിപ്പിച്ചത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇസ്രായേൽ പ്രതിനിധികളും കോടതിയിൽ വാദിച്ചു. വംശഹത്യ ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ നിഷേധിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചു. സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. ഗാസയിൽ മരണം കൂടാൻ കാരണം ഹമാസാണ്. ഞങ്ങൾ ആശുപത്രികളിൽ ബോംബാക്രമണം നടത്തിയിട്ടില്ല. മാനുഷിക സഹായങ്ങൾ നൽകിയെന്നും ഇസ്രായേലിന്റെ പ്രതിനിധികൾ വാദിച്ചു. ആക്രമണം നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടണമെന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന ഉൾപ്പെടെ ഈ മാസം അവസാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ വംശഹത്യ ആരോപണങ്ങളിലെ അന്തിമ വിധിക്ക് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് നിഗമനം. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ബംഗ്ലാദേശിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ പിറന്നത് ചരിത്രം. ലോകത്ത് മറ്റൊരു വനിതാ നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അവർ സ്വന്തമാക്കിയത്. ഏഷ്യയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി ബംഗ്ലാദേശിനെ കൈപിടിച്ചുയർത്തിയത് ഷെയ്ഖ് ഹസീനയാണ്. സാമൂഹികമായ വികസനം നടക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യം, അഴിമതി, നിയമവാഴ്ച എന്നിവയുടെ കാര്യത്തിൽ രാജ്യാന്തര തലത്തിൽ നിരവധി വിമർശനങ്ങളെ നേരിടുകയാണ് ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന. ജനുവരി 7 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷെയ്ഖ് ഹസീനയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഷെയ്ഖ് ഹസീന വാജീദ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം കൈയാളിയ വനിത. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വനിത.
തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തിയവരിൽ ഏറ്റവും കൂടുതൽ കാലമായി അധികാരത്തിൽ തുടരുന്ന നേതാവ്. ബംഗ്ലാദേശിനെ സാമ്പത്തികമായി മുന്നേറ്റത്തിലേക്ക് നയിച്ച, ബംഗ്ലാദേശിന്റെ ശബ്ദത്തിന് രാജ്യാന്തര തലത്തിൽ വിലയുണ്ടാക്കിയ നേതാവ്. ഇത്തരത്തിൽ വിശേഷണങ്ങൾ അനവധിയുള്ള ഹസീന പ്രതിപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച പൊതുതിരഞ്ഞെടുപ്പിൽ 3ൽ 2 സീറ്റുകളും നേടിയാണ് അധികാര തുടർച്ച നേടിയത്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ വൻ വെട്ടിപ്പും കൃത്രിമവും നടന്നു എന്നാരോപിച്ച് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു കാവൽ മന്ത്രിസഭയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ആവശ്യത്തെ അവഗണിച്ചതോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNPയുടെ നേതൃത്വത്തിൽ 16 പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പിന് ഒരു മത്സരമുഖം നൽകാൻ ബംഗ്ലാദേശ് ജാതീയ പാർട്ടിക്ക് 26 സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരം വിട്ടുകൊടുത്ത് അവാമി ലീഗ് രാജ്യാന്തര തലത്തിൽ ജനാധിപത്യ മുഖം രക്ഷിച്ചു. ചിലയിടങ്ങളിൽ അവാമി ലീഗിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും റിബലുകളും തമ്മിലായിരുന്നു മത്സരം. ഇത്തരത്തിൽ പ്രതിപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ഇന്ത്യ, യൂറോപ്പ്, US, കാനഡ, അറബ് പാർലമെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങളായി പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും നടന്നു വന്നിരുന്ന ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് ദിവസവും പണിമുടക്കും പരക്കെ അക്രമവും ഉണ്ടായി. തിരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. അനേകം പേർക്ക് പരിക്കേറ്റു. സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ വിജയാഹ്ലാദ പ്രകടനം വേണ്ടെന്ന് ഹസീന തന്നെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ സ്ഥിരം മണ്ഡലമായ ഗോപാൽഗഞ്ച് 3ൽ നിന്ന് 76-കാരിയായ ഹസീന തുടർച്ചയായ 8ാം തവണയാണ് വിജയിച്ചത്. ഹസീന 2,49,965 വോട്ട് നേടിയപ്പോൾ പ്രധാന എതിരാളിയായ സുപ്രീം പാർട്ടിയുടെ M. നിസാമുദ്ദീൻ ലഷ്കറിന് ലഭിച്ചത് 469 വോട്ട് മാത്രമാണ്. ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. പാർലമെന്റിൽ ആകെയുള്ള 330 സീറ്റുകളിൽ 300 എണ്ണത്തിൽ വോട്ടെടുപ്പ് നടന്നു. 30 സീറ്റുകൾ വനിതകളെ നാമനിർദ്ദേശം ചെയ്യാനുള്ളതാണ്. മത്സരം നടന്ന 300 സീറ്റുകളിൽ അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം 223 സീറ്റുകൾ സ്വന്തമാക്കി. പ്രതിപക്ഷമായ ജാതീയ പാർട്ടി 11 സീറ്റുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 63 സീറ്റുകളിലും വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച BNPയെ ഭീകരവാദികളെന്നാണ് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയത്. അവാമി ലീഗിന്റെ ഏകപക്ഷീയമായ വിജയത്തെ അംഗീകരിക്കാനാകില്ലെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഹസീന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ സഖ്യം മുന്നറിയിപ്പ് നൽകിയതിലൂടെ വരും നാളുകളിൽ ബംഗ്ലാദേശ് അശാന്തമാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ജനാധിപത്യം സംരക്ഷിക്കലാണ് താൻ ചെയ്യുന്നതെന്നും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിന്ന് 2-3 പാർട്ടികൾ മാറി നിന്നു എന്നുവെച്ച് ജനാധിപത്യം ഇല്ലാതായി എന്ന് വിചാരിക്കേണ്ടെന്നും വിജയത്തിനു ശേഷം ധാക്കയിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഷെയ്ഖ് ഹസീന മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഷെയ്ഖ് ഹസീന ഭരണത്തോട് വിയോജിപ്പുള്ള അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും അവാമി ലീഗ് സഖ്യത്തിന്റെ വിജയത്തെ വിമർശിച്ചു. പൂർണ്ണമായും തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ബംഗ്ലാദേശിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുന്ന അമേരിക്ക ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള വിജയത്തെ അംഗീകരിക്കാനാവില്ലെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. അണികളിൽ ഉരുക്കുവനിത എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ 5 മക്കളിൽ മൂത്തവളായി 1947 ജനിച്ചത്. 1975 മുജിബുർ റഹ്മാനും ഭാര്യയും 3 മക്കളും വധിക്കപ്പെടുമ്പോൾ ഹസീനയും സഹോദരി രഹ്നയും ജർമ്മനിയിലായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യയിലെത്തിയ അവർ 6 വർഷം ഡൽഹിയിൽ കഴിഞ്ഞു. ഈ സമയത്താണ് അവർ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1981 നാട്ടിലേക്ക് മടങ്ങിയ ഹസീന 1996 ആദ്യമായി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് അണികൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകുന്ന മറ്റൊരു വിശേഷണം. എന്നാൽ വിമർശകർക്കാകട്ടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപതിയാണവർ. മുഖ്യപ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സഖ്യകക്ഷി ജമാഅത്തെ ഇസ്ലാമിയെ 2013 നിരോധിച്ചതോടെ ബംഗ്ലാദേശിലെ മതതീവ്രവാദികളുടെ കണ്ണിലെ കരടാണ് ഹസീന. 19 തവണയാണ് ഹസീന വധശ്രമം നേരിട്ടത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും കരുത്തരായ 2 വനിതാ നേതാക്കളാണ് സ്വതന്ത്ര ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ചത്. അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീനയും BNP നേതാവ് ഖാലിദാസിയയും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ്
കഴിഞ്ഞ 35 വർഷമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ മാറ്റിയെഴുതുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബംഗ്ലാദേശ് കൈവരിച്ച സാമ്പത്തിക പുരോഗതി മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി മാറിയ ചരിത്രമാണ് ബംഗ്ലാദേശിന്റേത്. വസ്ത്രനിർമ്മാണം എന്നൊരൊറ്റ വ്യവസായത്തിലൂടെ ബംഗ്ലാദേശ് രക്ഷപ്പെടുകയായിരുന്നു. 17 കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിതയാണ് ഷെയ്ഖ് ഹസീന. രാജ്യത്തെ 98% പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനു പിന്നിലും ഷെയ്ഖ് ഹസീനയുടെ കരുതലുണ്ട്. അതേസമയം കോവിഡും അതിനെ തുടർന്ന് സാമ്പത്തിക മേഖലയിലുണ്ടായ തളർച്ചയും ബംഗ്ലാദേശിനെയും ബാധിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായതോടെ 2022 മുതൽ രാജ്യം അക്രമാസക്തമായ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിലും കുറവുണ്ടായതോടെ സർക്കാർ IMF അടക്കമുള്ള ഏജൻസികളെയും സമീപിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയ്ക്കും ആശ്വാസവും ആഹ്ലാദവുമാണ്. അയൽ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ത്യ വിരുദ്ധത തലയുയർത്തുന്നതിനിടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീന. തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അഭിനന്ദനമറിയിച്ചു. ഇന്ത്യ തങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം. ഞങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഇന്ത്യ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാവുന്ന സുഹൃത്താണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യ ഞങ്ങളെ പിന്തുണച്ചു. 1971-ലും 1975-ലും ഞങ്ങളെ പിന്തുണച്ചത് ഇന്ത്യയാണ്. എനിക്കും എന്റെ സഹോദരിക്കും കുടുംബാംഗങ്ങൾക്കും പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ അഭയം നൽകി. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഹസീന മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അവർ വ്യക്തമാക്കി. 4ാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നിൽ നേരിടാൻ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെയും വികസനത്തെയും ബംഗ്ലാദേശിന്റെ ഉരുക്കുവനിതയായ ഹസീന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാലിഫോർണിയയിലെ ബേവ്ലി ഹിൽസിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ 81ാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം ചെയ്തു. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമർ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച സിനിമ, സംവിധായകൻ, നടൻ തുടങ്ങി 5 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഗോത്ര വനിത എന്ന നേട്ടം ലിലി ഗ്ലാഡ്സ്റ്റൺ സ്വന്തമാക്കി. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ റോബർട്ട് ഹൈമറിന്റെ കഥ പറയുന്ന ഓപ്പൺഹൈമറിലൂടെ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ക്രിസ്റ്റഫർ നോളൻ ഗോൾഡൻ ഗ്ലോബ് വേദിയിൽ തിളങ്ങി. നോളന്റെ ആദ്യ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണിത്. ഓപ്പൺഹൈമറെ അവതരിപ്പിച്ച കിലിയൻ മർഫിയാണ് മികച്ച നടൻ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ഓപ്പൺഹൈമർ നേടി. ഓപ്പൺഹൈമറിലൂടെ ലുഡിംഗ് ഗൊരാൻസണ് സംഗീതത്തിനും നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച റോബർട്ട് ബ്രൌണി ജൂനിയർ മികച്ച സഹനടനുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. പോയ വർഷത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് ഹിറ്റ് സിനിമയായ ബാർബിയെ അട്ടിമറിച്ച് രോഗിയായ സ്ത്രീക്ക് ശാസ്ത്രം നൽകുന്ന അതിജീവനത്തിന്റെ കഥ പറഞ്ഞ പുവർ തിങ്സ് മികച്ച കോമഡി മ്യൂസിക്കൽ സിനിമയ്ക്കുള്ള പുരസ്കാരവും നേടി. ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ബോക്സ് ഓഫീസ് ആൻഡ് സിനിമാറ്റിക് അച്ചീവ്മെന്റ് പുരസ്കാരം ഗ്രേറ്റ സെർവിംഗ് സംവിധാനം ചെയ്ത ബാർബി നേടി. ബാർബിയിലെ ബില്ലി ഐലിഷ് ആലപിച്ച വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഒറിജിനൽ സോങ്. കില്ലേഴ്സ് ഓഫ് ദ മൂൺ എന്ന ചിത്രത്തിലൂടെ ലിലി ഗ്ലാഡ്സ്റ്റൺ മികച്ച നടിയായി. ഇതിലൂടെ ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഗോത്രവനിത എന്ന നേട്ടത്തിന് ലിലി ഗ്ലാഡ്സ്റ്റൺ അർഹയായി. മിസിസിപ്പി നദീതീരത്ത് 700 BCയിൽ രൂപപ്പെട്ട ഒസേജ് നേഷൻ എന്ന പ്രദേശത്തെ ഗോത്രമനുഷ്യർ ഉന്മൂലനത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. ഗോത്രവർഗക്കാരിയാണ് ലിലി. മോളി കിലി എന്ന തദ്ദേശ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ പുവർ തിങ്സിലെ നായിക എമ്മ സ്റ്റോൺ മികച്ച നടിയായി. ഈ വിഭാഗത്തിലെ മികച്ച നടൻ ദ ഹോൾഡ് ഓവേഴ്സ് എന്ന സിനിമയിലെ നായകൻ പോൾ ജിയാമറ്റിയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം അനാട്ടമി ഓഫ് ഫാൾ സ്വന്തമാക്കി. ദ ബോയ് ആൻഡ് ദ ഹെറൺ ആണ് മികച്ച ആനിമേഷൻ ചിത്രം. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ദ ബെയർ മികച്ച TV സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡ്രാമ വിഭാഗത്തിലെ മികച്ച TV സീരീസ് അവാർഡ് സക്സഷനും ലഭിച്ചു. ഹോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷൻ പിരിച്ചുവിട്ടതിനു ശേഷമുള്ള ആദ്യ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഷോ എന്ന പ്രത്യേകത ഈ വർഷത്തിനുണ്ടായിരുന്നു. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ലോക ഫുട്ബോളിന് 2 മഹാരഥന്മാരെ നഷ്ടമായി. ബ്രസീലിയൻ ഫുട്ബോളിലെ മഹാമേരുവായി വാഴ്ത്തപ്പെടുന്ന മാരിയോ സഗാലോയും ജർമ്മൻ ഫുട്ബോൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭകളിൽ ഒരാളായ ഫ്രാൻസ് ബേക്കൻ ബോവറയുമാണ് ഓർമ്മയായത്. കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടിയ അപൂർവ നേട്ടമുള്ളവരാണ് ഇരുവരും.
ആ നിരയിൽ ഇനി ഫ്രഞ്ചുകാരനായ ദിദിയെ ദശാംസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പെലെ മുതൽ നെയ്മർ വരെ ബ്രസീലിയൻ ഫുട്ബോളിൽ ഇതിഹാസങ്ങൾ ഏറെയുണ്ട്. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത അപൂർവ നേട്ടം മരിയോ സഗാലോയ്ക്കുണ്ട്. കളിക്കാരനായും കോച്ചായും ലോക കിരീടം നേടിയ ആദ്യ വ്യക്തിയാണ് ബ്രസീലിന്റെ മരിയോ സഗാലോ. ഈ ബഹുമതിക്ക് അർഹനാകുന്ന രണ്ടാമത്തെ ആള് ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവറും. മരണത്തിലും അപൂർവത അവർ നിലനിർത്തി. സഗാലോ വിട പറഞ്ഞ രണ്ടാം നാളിലാണ് ബെക്കൻ ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞത്. കളിക്കാലത്തിനപ്പുറം കാൽപന്തിനെ നെഞ്ചോട് ചേർത്തവരാണ് മരിയോ സഗാലോയും ബെക്കൻബോവറും. 1958 ബ്രസീലിന്റെ ആദ്യ ലോകകപ്പ് നേട്ടത്തിനായി കളത്തിലിറങ്ങിയ സഗാലോ 62 ടീമിലുണ്ടായിരുന്നു. കളിക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയ അദ്ദേഹം 1968 പരിശീലകനായി. തനിക്കൊപ്പം കളിച്ച പെലെ ഉൾപ്പെടുന്ന ടീമിനെ 1970 ലോകകപ്പ് ജേതാക്കളാക്കി. 1974 ലോകകപ്പിലും ബ്രസീലിന്റെ പ്രധാന കോച്ചായിരുന്നു സഗാലോ. ഇടവേളയ്ക്ക് ശേഷം 1994 കോച്ചിംഗ് കോർഡിനേറ്ററായ അദ്ദേഹം കാനറികളുടെ കനക കിരീട നേട്ടത്തിലും പങ്കാളിയായി. 1998 ലോകകപ്പിൽ വീണ്ടും മുഖ്യ പരിശീലകനായി. 2006 കോച്ചിംഗ് സംഘത്തിലുണ്ടായിരുന്നു. 92 വയസ്സിലായിരുന്നു സഗാലോ വിട പറഞ്ഞത്. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ബ്രസീലിയൻ ഫുട്ബോളിനായാണ് സഗാലോ പകുത്തു നൽകിയത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ നേടിയ 5 ലോകകപ്പുകളിൽ 4 സഗാലോയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. പെലെയുടെ കാലത്തുനിന്ന് മറഡോണയുടെ കാലത്തേക്ക് ഫുട്ബോൾ കളം മാറിയപ്പോഴാണ് ഫ്രാൻസിൽ നിന്നുള്ള ബെക്കൻബോവറിന്റെ സാന്നിധ്യം ലോകമറിയുന്നത്. ചക്രവർത്തി എന്ന അർത്ഥം വരുന്ന കൈസർ എന്ന വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇടപെട്ട മേഖലകളിലൊക്കെ ബെക്കൻബോവറുടെ മികവ് പ്രകടമായത്. പശ്ചിമ ജർമ്മനിയുടെ നായകനായി 1974 ബെക്കൻബോവർ ലോകകപ്പ് നേടിയത്. കിരീട പോരാട്ടത്തിൽ കരുത്തരായ നെതർലൻഡ്സിനെ 2-1 തോൽപ്പിച്ചതോടെ ബെക്കൻബോവറുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെട്ടു. ഒരു കളി പോലും തോൽക്കാതെ ടോട്ടൽ ഫുട്ബോളുമായി ഇരച്ചുകയറി വന്ന യോഹാൻ ക്രൈഫിന്റെ ഓറഞ്ച് പടയെ ഫൈനലിൽ ബെർലിൻ മതിലുപോലെ മുന്നിൽ നിന്ന് തടുത്തത് ബെക്കൻബോവർ ആയിരുന്നു. തന്റെ മെയ്വഴക്കവും ശാരീരിക മികവും കൊണ്ട് അക്കാലത്തെ മികച്ച ഫോർവേഡുകൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത കോട്ടായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് സ്വീപ്പർ ബാക്ക് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ഡിഫൻസിംഗ് സ്കില്ലിന്റെ ആദ്യകാല വക്താവായിരുന്നു ബെക്കൻബോവർ. ഗോൾ അടിക്കുന്നവരുടെയും ഗോൾ അടുപ്പിക്കുന്നവരുടെയും കളി മാത്രമല്ല ഫുട്ബോൾ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ മുൻനിരയിലാണ് ബെക്കൻബോവറിന്റെ സ്ഥാനം. 1966 ലോകകപ്പിൽ ജർമ്മനി 2ാം സ്ഥാനക്കാരായപ്പോഴും 1970 3ാം സ്ഥാനത്തെത്തിയപ്പോഴും ബെക്കൻ ടീമിലുണ്ടായിരുന്നു. പ്രതിരോധത്തിൽ കരുത്തനായ ഇദ്ദേഹം നീണ്ടകാലം ബയോൺ മ്യൂണിക്കിലും പിന്നീട് ന്യൂയോർക്ക് കോസ്മോസിലും കളിച്ചു. 1984 വിരമിച്ചതിനു ശേഷം ജർമ്മൻ കോച്ചായി. 1986 ലോകകപ്പ് ഫൈനലിൽ മറഡോണയുടെ അർജന്റീനയ്ക്ക് മുന്നിൽ കൈവിട്ടുപോയ കിരീടം 4 വർഷത്തിനു ശേഷം അതേ എതിരാളികളിൽ നിന്ന് തിരിച്ചുപിടിക്കുമ്പോൾ ബെക്കൻബോവർ ജർമ്മനിയുടെ മുഖ്യ പരിശീലകന്റെ വേഷത്തിലായിരുന്നു. ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബ് ബയോൺ മ്യൂണിക്കിന്റെ പ്രസിഡന്റായും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റുമായൊക്കെ ബെക്കൻബോവർ സംഘടനാ രംഗത്തും നിറഞ്ഞുനിന്നു. 2006 ജർമ്മനിക്ക് ലോകകപ്പ് വേദി അനുവദിക്കപ്പെട്ടതിനു പിന്നിലും ഇദ്ദേഹത്തിന്റെ പരിശ്രമമുണ്ടായിരുന്നു. മികച്ച കളിക്കാരനുള്ള ബാലൻ ദ്യോർ പുരസ്കാരം നേടുന്ന ആദ്യ ഡിഫൻഡറാണ് ബെക്കൻബോവർ. 1972 76 ആ നേട്ടം. 1984 ഫിഫയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റും ലഭിച്ചു. മാരിയോ സഗാലോയുടെയും ബെക്കൻബോവറിന്റെയും ഭൗതിക സാന്നിധ്യം മാത്രമാണ് മാഞ്ഞുപോയത്. ഇരുവരുടെയും പ്രതിഭയുടെ ജ്വാല ഫുട്ബോൾ ലോകത്ത് എന്നും തെളിഞ്ഞു പ്രകാശിക്കും. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.